ഭാരതത്തിന്റെ അതിരുകൾ കാക്കുന്ന ആകാശത്തെ കരുത്തന്മാർ. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ചിറകുകൾക്ക് ഇപ്പോൾ കരുത്തു കൂടുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വമ്പൻ നീക്കത്തിലൂടെ ഇന്ത്യ വീണ്ടും ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ഇത് കേവലം വിമാനം വാങ്ങലല്ല, മറിച്ച് ശത്രുവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഇന്ത്യയുടെ തന്ത്രപരമായ കരുനീക്കമാണ്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ആത്മനിർഭർ ഭാരത് എങ്ങനെയാണ് ആകാശത്ത് വിസ്മയം തീർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് 21ാം നൂറ്റാണ്ടിലെ നവഭാരതമാണ്. ശത്രുക്കൾ ഭയക്കുന്ന, ലോകം ആദരിക്കുന്ന ഭാരതം. ആകാശത്തിന്റെ അതിരുകൾ ഭേദിച്ച് ശത്രുവിന്റെ മണ്ണിൽ ചെന്ന് പ്രഹരിക്കാൻ നമ്മുടെ വ്യോമസേന ഇന്ന് സജ്ജമാണ്. എന്നാൽ ഒരു യുദ്ധവിമാനത്തിന് എത്ര ദൂരം പറക്കാൻ കഴിയും? ഇന്ധനം തീർന്നാൽ എന്ത് ചെയ്യും? ഇവിടെയാണ് ഇന്ത്യയുടെ പുതിയ ആകാശ ചാണക്യതന്ത്രം പ്രസക്തമാകുന്നത്. റഷ്യയെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ബോയിങ്ങിന്റെ വിമാനങ്ങളെ ഇന്ത്യൻ കരുത്തിൽ ഇന്ധന ടാങ്കറുകളാക്കി മാറ്റാൻ പോവുകയാണ്. ഈ നീക്കം കേവലം ഒരു പ്രതിരോധ വാർത്തയല്ല, മറിച്ച് ഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഈ വലിയ മാറ്റത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. വിദേശത്ത് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്നും ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ദീർഘവീക്ഷണം. ആത്മനിർഭർ ഭാരത് എന്നത് വെറും വാക്കല്ല എന്ന് ഈ പദ്ധതി തെളിയിക്കുകയാണ്. നിലവിൽ നമ്മുടെ പക്കൽ റഷ്യൻ നിർമ്മിത Il-78 വിമാനങ്ങളുണ്ട്. പക്ഷേ അവയ്ക്ക് ചില പരിമിതികളുണ്ട്. ഇവിടെയാണ് ഭാരതത്തിന്റെ പുതിയ തന്ത്രം. ലക്ഷക്കണക്കിന് കോടികൾ മുടക്കി പുതിയ ടാങ്കറുകൾ വാങ്ങുന്നതിന് പകരം ഉപയോഗിച്ച ബോയിങ് 766 വിമാനങ്ങൾ വാങ്ങി അവയെ ലോകോത്തര നിലവാരമുള്ള ഇന്ധന ടാങ്കറുകളാക്കി മാറ്റാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതിലൂടെ ലാഭിക്കുന്നത് ഏകദേശം 20 മുതൽ 30% വരെ പണമാണ്. അതായത് പണം ലാഭിക്കുന്നതോടൊപ്പം സാങ്കേതികമായി നമ്മൾ മുന്നിലെത്തുകയും ചെയ്യുന്നു. ഈ വമ്പൻ മാറ്റത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ദീർഘവീക്ഷണമുണ്ട്. പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലം ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറി. ഇന്ത്യയുടെ ആയുധം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടാം എന്ന മോദി സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് ഇത്തരം ഒരു പരീക്ഷണത്തിന് ധൈര്യം നൽകിയത്. റഷ്യ യുക്രൈൻ യുദ്ധം കാരണം സ്പെയർ പാർട്സുകൾ കിട്ടാതെ വന്നപ്പോൾ പരിഭ്രമിച്ചു നിൽക്കാതെ ഭാരതം സ്വന്തം വഴി കണ്ടെത്തി. ഇസ്രായേലുമായി കൈകോർത്ത് നമ്മുടെ ഹാൽ ഈ വിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ അത് ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കരുത്തിന്റെ സാക്ഷ്യപത്രമാകും. വരും തലമുറയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രതിരോധ മേഖലയെ മോദി സർക്കാർ ആധുനികവൽക്കരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമസേനകളിൽ ഒന്നാണ് നമ്മുടേത്. പല മേഖലകളിലും ഇന്ത്യ അത് തെളിയിച്ചതാണ്. പുതിയ ബോയിങ് ടാങ്കറുകൾ വരുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പവർ ഇരട്ടിയാകും. എന്താണ് ഇതിന്റെ ഗുണം? മിനിറ്റിൽ 4000 മീറ്റർ ഇന്ധനം വിമാനങ്ങളിലേക്ക് ഒഴിക്കാൻ ഈ പുതിയ സംവിധാനത്തിന് കഴിയും. എന്ന് വെച്ചാൽ ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ നമ്മുടെ റഫാൽ വിമാനങ്ങൾ ഇന്ധനം നിറച്ച് വീണ്ടും യുദ്ധത്തിന് സജ്ജമാകും. 12200 കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ കഴിയുന്ന ഈ ടാങ്കറുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി കടന്നു വരുന്ന ഏത് ശത്രുവിനെയും അവരുടെ മണ്ണിൽ പോയി തകർക്കാൻ നമ്മുടെ വീരനായകർക്ക് സാധിക്കും. ഈ പദ്ധതിയുടെ മറ്റൊരു വലിയ പ്രത്യേകത ഇത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത് എന്നതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇസ്രായേലിലെ വിദഗ്ധരും ചേരുമ്പോൾ അത് ലോകത്തിലെ തന്നെ മികച്ച സാങ്കേതിക കൈമാറ്റമായി മാറും. വിമാനങ്ങൾ പരിവർത്തനം ചെയ്യാനുള്ള ശേഷി ഇന്ത്യ സ്വന്തമാക്കുന്നതോടെ ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾക്കും ഇത്തരം സേവനങ്ങൾ നൽകാൻ ഭാരതത്തിന് സാധിക്കും. ലോകത്തിന്റെ പ്രതിരോധ ഹബ്ബായി ഇന്ത്യ മാറുന്ന കാഴ്ചയാണിത്. 10 വർഷത്തിനുള്ളിൽ താഴെ മാത്രം പഴക്കമുള്ള ബോയിങ് 776 വിമാനങ്ങൾ വാങ്ങി അവയെ ടാങ്കറുകളാക്കി മാറ്റും. ഇതിലൂടെ ഭാവിയിൽ സ്വന്തമായി ടാങ്കർ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് കൈവരും. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിലൂടെ റഫേൽ, സുഖോയ് 30 തുടങ്ങിയ വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം പറന്ന ശത്രു കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ സാധിക്കും. ഇസ്രായേലിന്റെ ബെഡക് ഏവിയേഷൻ ഗ്രൂപ്പിന്റെ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഇന്ത്യക്ക് ഇത്രയധികം ടാങ്കർ വിമാനങ്ങൾ? ഉത്തരം ലളിതമാണ്. രണ്ടറ്റത്തും ശത്രുക്കളുള്ള ഏക രാജ്യം ഇന്ത്യയാണ്. ഒരു വശത്ത് ചൈനയും മറുവശത്ത് പാകിസ്ഥാനും. ഈ രണ്ട് രാജ്യങ്ങളെയും ഒരേ സമയം നേരിടണമെങ്കിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂരം പറക്കാൻ കഴിയണം. ഇന്ന് ലോകം ഇന്ത്യയെ നോക്കുന്നത് ഒരു സഹായം ചോദിച്ചു വരുന്ന രാജ്യം എന്ന നിലയിലല്ല, മറിച്ച് ലോകത്തെ നയിക്കുന്ന ശക്തി എന്ന നിലയിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ചിറകുകൾക്ക് ഇപ്പോൾ വജ്രത്തിന്റെ കരുത്താണ്. മോദി സർക്കാരിന്റെ ഉറച്ച തീരുമാനങ്ങളും നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനവും ചേരുമ്പോൾ ഭാരതം ആകാശത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറുകയാണ്. ഇന്ന് ലോകം ഇന്ത്യയെ നോക്കുന്നത് ഒരു സഹായം ചോദിച്ചു വരുന്ന രാജ്യം എന്ന നിലയിലല്ല, മറിച്ച് ലോകത്തെ നയിക്കുന്ന ശക്തി എന്ന നിലയിലാണ്.
ലോകരാജ്യങ്ങൾ ഇനി ടാങ്കർ വിമാനങ്ങൾക്കായി ഇന്ത്യയുടെ വാതിലിൽ മുട്ടും. മോദി സർക്കാർ വിഭാവനം ചെയ്ത മേക്ക് ഇൻ ഇന്ത്യ ആഗോളതലത്തിൽ വൻ വിജയമാകുന്നതിന്റെ കാഴ്ചയാണിത്. 12,200 കിലോമീറ്റർ റേഞ്ചുള്ള ഈ വിമാനങ്ങൾ നമ്മുടെ നാവികസേനയ്ക്കും കരസേനയ്ക്കും ഒരുപോലെ മുതൽക്കൂട്ടാകും. ഇത് പുതിയ ഇന്ത്യയാണ്. ശത്രുവിന്റെ പാളയത്തിൽ ചെന്ന് പ്രതികരിക്കാൻ മടിക്കാത്ത ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ലോകത്തെ അമ്പരിപ്പിക്കുന്ന നവഭാരതം. ഇന്ത്യൻ ആകാശത്തിന്റെ കാവൽക്കാരായ വ്യോമസേനയുടെ കരുത്ത് 10 ഇരട്ടിയാകാൻ പോകുന്ന കാഴ്ചയാണിത്. റഷ്യൻ വിമാനങ്ങളുടെ കാലം കഴിഞ്ഞു. ഇനി ആകാശത്ത് ഇന്ത്യയുടെ തന്ത്രങ്ങളാണ് വിജയിക്കാൻ പോകുന്നത്. ലോകത്തിലെ വൻ ശക്തികൾ ഇന്ത്യയുടെ ഈ നീക്കത്തെ ഭീതിയോടെയാണ് നോക്കുന്നത്. ചുരുക്കത്തിൽ പഴയ വിമാനങ്ങളെ പുത്തൻ പുലികളാക്കി മാറ്റുന്ന ഈ തന്ത്രം ഇന്ത്യയുടെ ബുദ്ധിയാണ്, കരുത്താണ്. സ്പെയർ പാർട്സിനായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടാത്ത സ്വന്തം കാലിൽ നിൽക്കുന്ന നവഭാരതം. ഇന്ത്യൻ വ്യോമസേനയുടെ ചിറകുകൾക്ക് ഇനി കൂടുതൽ കരുത്തുണ്ടാകും. ഭാരതത്തിന്റെ ആകാശം ഇനി കൂടുതൽ സുരക്ഷിതമാണ്. പുതിയ ടാങ്കർ വിമാനങ്ങൾ വിദേശത്ത് നിന്ന് വാങ്ങിയാൽ ചിലവ് ഏകദേശം 12,000 കോടി രൂപയിലധികമാവും. എന്നാൽ മോദി സർക്കാർ തിരഞ്ഞെടുത്തത് ബുദ്ധിപരമായ മറ്റൊരു വഴിയാണ്. പഴയ ബോയിംഗ് വിമാനങ്ങളെ കുറഞ്ഞ ചിലവിൽ മാറ്റിയെടുക്കുന്നതിലൂടെ ഏകദേശം 3,000 കോടി രൂപയോളം ലാഭിക്കാൻ ഭാരതത്തിന് സാധിക്കും. ഈ പണം മറ്റ് പ്രതിരോധ പദ്ധതികൾക്കായി ഉപയോഗിക്കാം. ഇത് കേവലം ലാഭമല്ല, മറിച്ച് രാജ്യത്തിന്റെ വിഭവങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്ന ഭരണാധികാരിയുടെ മികവാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. റാഫേലും സുഖോയും തേജസും നമ്മുടെ ആകാശത്തിന്റെ സംരക്ഷകരാണ്. ഈ പുതിയ ടാങ്കർ വിമാനങ്ങൾ വരുന്നതോടെ ഈ പുലികളുടെ വേട്ടയാടൽ പരിധി ഇരട്ടിയാകും. ശത്രു രാജ്യങ്ങളുടെ ആഴത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്താൻ നമ്മുടെ പൈലറ്റുമാർക്ക് ഈ ടാങ്കറുകൾ ധൈര്യം നൽകും. 2030-31 കാലയളവിൽ ഈ വിമാനങ്ങൾ സേനയുടെ ഭാഗമാവും. ഇതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ കരുത്തായി ഭാരതം മാറും. ഭാരതത്തിന്റെ സൈനികരുടെ വീര്യവും മോദി സർക്കാരിന്റെ ഭരണതന്ത്രജ്ഞയും ഒന്നു ചേരുമ്പോൾ ആകാശത്ത് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തുന്ന ഈ വലിയ കുതിച്ചുചാട്ടം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ്. നമ്മൾ ഇനി ആരെയും പേടിക്കാനില്ല. സ്പെയർ പാർട്സിനായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഇന്ത്യ അല്ല ഇത്, മറിച്ച് സാങ്കേതിക വിദ്യകൾ സ്വന്തം നാട്ടിൽ വികസിപ്പിക്കുന്ന കരുത്തുള്ള ഇന്ത്യയാണ്. മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയും വ്യോമസേനയുടെ പോരാട്ട വീര്യവും ഹാലിലെ എഞ്ചിനീയർമാരുടെ അധ്വാനവും ചേരുമ്പോൾ ഭാരതം ലോകത്തിന്റെ നെറുകയിലെത്തും. ഭാരതത്തിന്റെ ഈ വമ്പൻ കുതിപ്പിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ അഭിമാന നിമിഷത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം. ഭാരതത്തിന്റെ ഈ വലിയ മുന്നേറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.